ഹായ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പറയുന്നത് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. രാവിലെ ഉച്ചക്കൊക്കെ തന്നെ അല്ലാണ്ട് പിന്നെ എന്ത് വിശേഷം ഉണ്ടാവാനല്ലേ നമുക്ക്. എന്തായാലും ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ മദ്രസ പറഞ്ഞയച്ചു. എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ചേരം ഒന്ന് ഫോണിൽ കളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേട്ടോ ഞാൻ എൻ്റെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ ദേശീയ കടിയായിട്ടുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കലക്കിപ്പാർന്ന സാധാ നീർദോശയല്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ പച്ചരിയും കൊണ്ടാണ്, പൊടിയും കൊണ്ട് ഈ കലക്കിയ ദോശ ചുടുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ആർക്കും എന്നല്ല, എനിക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മൾ പച്ചരി അരച്ചിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കൽ. അപ്പോൾ എന്തായാലും ദോശയും കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ദോശ ഫസ്റ്റ് വേഗം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കടല പിന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് വറവിട്ട് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ദോശ ചുടലും ഒക്കെ നടക്കണേൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് കുറച്ച് നേരത്തെ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നേരം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നേരത്തെ തന്നെ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് പെട്ടെന്നൊന്ന് ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന് കേട്ടോ. പോകാൻ വിചാരിച്ചിട്ടില്ല, പിന്നെയാണ് ആ വിചാരണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ചോറും എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയും ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കടല നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞാൻ പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പരിപ്പ് താളിച്ചതും ചോറും ആക്കി വെക്കുക. എന്നിട്ട് പിന്നെ ബാക്കി പോയി വന്നിട്ട് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പരിപ്പും ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശ അപ്പുറത്തുനിന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് ഞാൻ പിന്നെ കടിക്കുള്ള കറിയൊന്ന് വറവിട്ട് എടുക്കുകയാണ്. അപ്പോൾ കടല ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് അരക്കം കൂടെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ട് എടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ബീഫ് മസാല, ഇത്രയും പൊടികളും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ കറിയൊക്കെ ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു, ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ വേഗം ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് വേണം അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ. എന്താ പറയുക, അടി തൊട നന കഴുകൽ മുറൽ എല്ലാം കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. ഞാൻ എനിക്ക് എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുരണ്ടാത്ത പണികൾ തീർക്കാണ്ട് പോയാൽ എന്തോരം ഇടങ്ങാറാണ് കേട്ടോ. ഒക്കെ തീർത്തിട്ട് പോയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് വേഗം പാത്രം കഴുകാൻ നിന്നിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകൽ കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ എടുത്തത്. അതൊന്നും പിന്നെ ഞാൻ എല്ലാതും വീഡിയോയിൽ എടുത്തിട്ടില്ല ഇനി കേട്ടോ. പോവാനുള്ള തിരക്കും വീഡിയോ എടുക്കലും എല്ലാം കൂടെ അങ്ങോട്ട് നടക്കൂലല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാക്കിയൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബായ്.